കാലിക്കറ്റ് സർവകലാശാലയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി എബിവിപി. പരീക്ഷയിൽ 0 മാർക്ക് നേടിയ എസ്എഫ്ഐ പ്രവർത്തകന് മാർക്ക് ദാനം നൽകി സിൻഡിക്കേറ്റ് ജയിപ്പിച്ചു എന്നതാണ് ആരോപണം. പരീക്ഷാ സംബന്ധമായ മുഴുവൻ നിയമങ്ങളും അട്ടിമറിച്ചാണ് മാർക്ക് നൽകിയതെന്നും എബിവിപി. കാലിക്കറ്റ് സർവകലാശാലയിൽ വീണ്ടും മാർക്ക് ദാനം നടന്നതായി ആരോപണം. 0 മാർക്ക് കിട്ടിയ എസ്എഫ്ഐ നേതാവിനെ സർവകലാശാല ജയിപ്പിച്ചു. 2016-19 ബാച്ചിൽ പഠിച്ച പാലക്കാട് ചിറ്റൂർ കോളേജിലെ വിദ്യാർത്ഥിയെയാണ് സിൻഡിക്കേറ്റ് 6 മാർക്ക് നൽകി വിജയിപ്പിച്ചെടുത്തത്. BSc ബോട്ടണി പഠിക്കുന്ന ഈ വിദ്യാർത്ഥി തിയറി പരീക്ഷയ്ക്ക് 50% മാർക്ക് കിട്ടിയത് പരിഗണിച്ച് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പാസ്സാവാൻ ആവശ്യമായ 6 മാർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് കോളേജ് പ്രശ്നപരിഹാര സമിതിക്ക് അപേക്ഷ നൽകി. എന്നാൽ അന്നത്തെ സിൻഡിക്കേറ്റ് പരീക്ഷാ സ്റ്റാൻഡിംഗ് സമിതി ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് കാണിച്ച് വിദ്യാർത്ഥിയുടെ അപേക്ഷ നിരസിക്കുകയായിരുന്നു. പുതിയ സിൻഡിക്കേറ്റ് വന്നതോടെ സർവകലാശാല പ്രശ്നപരിഹാര സമിതിക്ക് വിദ്യാർത്ഥി വീണ്ടും അപേക്ഷ നൽകി. തുടർന്ന് പ്രശ്നപരിഹാര സമിതിയുടെ ശുപാർശ പരിഗണിച്ച് മാർക്ക് നൽകാൻ സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പരീക്ഷാ സംബന്ധമായ മുഴുവൻ നിയമങ്ങളും അട്ടിമറിച്ചാണ് മാർക്ക് നൽകിയതെന്ന് വ്യക്തം. ഒരു തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുപാർശ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിൽ വന്ന സമയത്ത് അന്ന് അത് തള്ളിയ അതേ വൈസ് ചാൻസലറും എക്സാമിനേഷൻ കൺട്രോളറും കൂട്ടുനിന്നുകൊണ്ട് ഇപ്പോഴത്തെ പൂർണ്ണമായി ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങൾ മാത്രമുള്ള സിൻഡിക്കേറ്റിനോടൊപ്പം ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. SFI ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടന ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിയാസവും കേരളത്തിലാകാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. 2016-19 ബാച്ചിലെ നിയമമനുസരിച്ച് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അതേ സെമിസ്റ്ററിൽ വീണ്ടും റീ അഡ്മിഷൻ എടുക്കുകയും പ്രാക്ടിക്കൽ ചെയ്ത് വിജയിക്കുകയും ചെയ്യണമെന്ന നിയമമാണ് ഇടതു സിൻഡിക്കേറ്റ് ലംഘിച്ചത്. കോഴ്സ് കാലാവധി അവസാനിച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വിദ്യാർത്ഥിയുടെ അപേക്ഷ നിയമവിരുദ്ധമായി പരിശോധിക്കുകയും അതിന് സിൻഡിക്കേറ്റും VCയും അംഗീകാരം നൽകുകയും ചെയ്തത്. അപേക്ഷ നിരസിച്ചപ്പോഴും വർഷങ്ങൾക്ക് ശേഷം അപേക്ഷ പരിഗണിച്ച് മാർക്ക് നൽകാൻ തീരുമാനമെടുത്തപ്പോഴും ഒരേ പരീക്ഷാ കൺട്രോളറും VCയുമായിരുന്നു എന്നതും എബിവിപി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനം, കോഴിക്കോട്.